ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സിറോ മലബാർ സഭ ദനഹ കാലത്തിലെ 3-ാം വെള്ളിയാഴ്ചയായ ഇന്ന് വിശുദ്ധ സുവിശേഷകന്മാരെ സ്മരിക്കുകയാണ്. ഈശോയുടെ ജീവിതവും പ്രബോധനവുമാണ് സുവിശേഷങ്ങൾ. ഈശോയുടെ സന്തത സഹചാരികളായ അപ്പസ്തോലന്മാരോ അവരോടൊപ്പം ജീവിച്ചവരോ ആണ് സുവിശേഷ ഗ്രന്ഥകർത്താക്കൾ. വിശുദ്ധ മത്തായി, വിശുദ്ധ മാർക്കോസ്, വിശുദ്ധ ലൂക്ക, വിശുദ്ധ യോഹന്നാൻ. വിശുദ്ധ മത്തായി സുവിശേഷം രചിച്ചത് യഹൂദ ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ചാണ്. സഭയെ എക്ലേസ്യ എന്ന വാക്കിൽ അവതരിപ്പിച്ചതും വിശുദ്ധ പത്രോസിന് സഭയിലുള്ള ദൗത്യം വ്യക്തമാക്കിയതും മത്തായി സ്ത്രീയായാണ്. അപ്പസ്തോല യുഗത്തിലെ ഒരു യുവ ഉപദേഷ്ടാവാണ് മർക്കോസ്. ആദ്യമായി സുവിശേഷം എഴുതിയത് മർക്കോസാണ്. സമഗ്രമായ സുവിശേഷം മത്തായിയുടേതും ആദ്യം എഴുതപ്പെട്ട സുവിശേഷം മർക്കോസിന്റേതുമാണ്. വിശുദ്ധ പൗലോസിന്റെയും ബർന്നബാസിന്റെയും സഹപ്രവർത്തകനായിരുന്നു മർക്കോസ്. ഈശോ ആരെന്ന് വെളിപ്പെടുത്തുകയാണ് മർക്കോസിന്റെ സുവിശേഷ രചനയുടെ ലക്ഷ്യം. വിശുദ്ധ ലൂക്ക വൈദ്യനായിരുന്നു, ചിത്രകാരനായിരുന്നു, പൗലോസിന്റെ ശിഷ്യനായിരുന്നു. പൗലോസിനോടൊപ്പം പ്രേക്ഷിത വേലകളിൽ പങ്കെടുക്കുകയും യാത്രകൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. യോഹന്നാൻ ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു. ആഴമേറിയ ദൈവശാസ്ത്രമാണ് യോഹന്നാന്റെ സുവിശേഷത്തിലുള്ളത്. അടയാളങ്ങളുടെ ഗ്രന്ഥമെന്നും മഹത്വത്തിന്റെ ഗ്രന്ഥമെന്നുമൊക്കെ ഈ സുവിശേഷം വിളിക്കപ്പെടുന്നുണ്ട്. എല്ലാ സുവിശേഷങ്ങളുടെയും ലക്ഷ്യം ഈശോയെ വെളിപ്പെടുത്തുക എന്നതാണ്. ഒരു സത്യം അവതരിപ്പിക്കുമ്പോൾ 2-3 സാക്ഷികൾ ഉണ്ടാകണമെന്നാണ് മോശയുടെ നിയമം. ഈശോ എന്ന സുവിശേഷത്തെ, സത്യത്തെ അവതരിപ്പിക്കുമ്പോൾ 4 സാക്ഷികൾ, 4 സുവിശേഷകന്മാർ. ആമേൻ.